ജോസ് കെ മാണിയുടെ നീക്കം പൊട്ടിത്തെറിയിലേക്കോ? മറുകണ്ഠം ചാടാൻ ചൂണ്ടയുമായി മാണി കോൺഗ്രസ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജോസ് കെ മാണി മറുകണ്ഠം ചാടുമെന്ന സൂചനകളുമായി ഇപ്പോൾ രംഗത്ത് വരികയാണ്. എത്രയൊക്കെ മറച്ചു വെച്ചാലും അകത്ത് പൊട്ടിച്ചീഞ്ഞ് വ്രണമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നാറ്റം പുറത്തേക്ക് വമിക്കാതിരിക്കില്ല. അതാണ് LDF മുന്നണിയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് സംഭവിക്കുന്നത്. ഘടകകക്ഷികളായ പാർട്ടികളൊക്കെ തന്നെ LDF മുന്നണി വിടാനുള്ള ഒരുക്കത്തിലാണ്. അതിൽ പ്രധാനം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ്. മാണി ഗ്രൂപ്പിലെ ജോസ് കെ മാണിയെ അനുനയിപ്പിച്ച് UDFിൻ്റെ ഭാഗമാക്കാൻ മുൻപേ തന്നെ കോൺഗ്രസ് ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ഇടുക്കി MLAയും ജലസേചന വകുപ്പ് മന്ത്രിയുമായ റോഷി അഗസ്റ്റിൻ്റെ ഒരു പിൻബലവും ജോസ് കെ മാണിക്കുണ്ട്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ തൻ്റെ നില LDFിൽ പരിങ്ങലിലാണ് എന്ന് മനസ്സിലാക്കുകയാണ് ജോസ് കെ മാണി. ഇപ്പോഴിതാ ജോസ് കെ മാണി പണി തുടങ്ങിക്കഴിഞ്ഞു. തെരുവുനായ ആക്രമണം, വന്യജീവി ഭീഷണി ചർച്ച ചെയ്യാൻ അടിയന്തര നിയമസഭ വിളിക്കാൻ കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ നിയമത്തിൽ ഭേദഗതിയും നിയമനിർമ്മാണവും നടത്തണമെന്ന വളരെ ഗൗരവപൂർവമായ ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇത്രയും ഗൗരവമുള്ള ആവശ്യം മുന്നണിക്കുള്ളിൽ പറയാതെ പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചത് CPMനെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയ ഈ സമയം തന്നെ ഈ ആവശ്യവുമായി വന്നതിൽ ഒരാശങ്ക CPMൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മലയോര മേഖലയിൽ കർഷകരെയും മലയോര പ്രദേശവാസികളെയും വലയ്ക്കുന്നതാണ് വന്യമൃഗശല്യം. കൂടാതെ കേരളത്തിൽ മുക്കിലും മൂലയിലും തെരുവ് പട്ടികളുടെ ആക്രമണം, അതിൻ്റെ പേരിൽ കേരള കോൺഗ്രസ് ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേരളത്തിൽ ഉയർന്നു വരുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകാനിരിക്കുകയാണ്. പ്രാദേശിക തലത്തിൽ തങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ലെന്ന് കേരള കോൺഗ്രസ് സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നിരുന്നു. മുന്നണികൾ ചർച്ച ചെയ്യാതെ പലതും നടപ്പിൽ വരുത്തുന്നു, പല കാര്യങ്ങളും പാർട്ടിയെ അറിയിക്കുന്നില്ല, അഭിപ്രായം തേടുന്നില്ല എന്നാണ് പാർട്ടിക്കകത്തെ വിമർശനം. ഇതിൻ്റെ വെളിച്ചത്തിലായിരുന്നു കേരള കോൺഗ്രസ് മുന്നണി വിടാൻ സാധ്യത സമൂഹം ചർച്ച ചെയ്തത്. എന്നാൽ മുന്നണി മാറ്റത്തിൻ്റെ ഈ അഭ്യൂഹങ്ങളിൽ ചെയർമാൻ ജോസ് കെ മാണി മറുപടിയുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു. തങ്ങൾ ഈ മുന്നണിയിൽ സന്തുഷ്ടരാണ് എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോഴിതാ സർക്കാരിനെ വെട്ടിലാക്കിയാണ് ജോസ് കെ മാണി എത്തുന്നത്. പുതിയ വിവാദത്തിന് തിരികൊളുത്തുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ തകർച്ചയും ബിന്ദുവിൻ്റെ മരണവുമെല്ലാം കേരള കോൺഗ്രസ് വളരെ ഗൗരവത്തോടെയാണ് ഇപ്പോൾ കാണുന്നത്. കോട്ടയത്ത് പുതിയ പ്രതീക്ഷയായി ചാണ്ടി ഉമ്മൻ്റെ വളർച്ച LDF മുന്നണിയിൽ നിലനിൽക്കുന്ന ജോസ് കെ മാണിക്ക് വെല്ലുവിളിയാവുകയാണ്. രാജ്യസഭാ കാലാവധി കഴിയാൻ ഇനി അധികം നാളില്ല ജോസ് കെ മാണിക്ക്. അതുകൊണ്ട് തന്നെ കേരളക്കരയിൽ തൻ്റേതായ ഒരു തരംഗം സൃഷ്ടിച്ച് സ്ഥാനമുറപ്പിക്കേണ്ട പെടാപ്പാടിലുമാണ്. കോട്ടയത്തെ പ്രബല പാർട്ടി എന്ന നിലയിൽ കേരള രാഷ്ട്രീയത്തിൽ നിലയുറപ്പിക്കാൻ വെല്ലുവിളികൾ ഏറെയാണ്. അടുത്ത തവണ UDF അധികാരത്തിൽ വരും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDFിൻ്റെ ഭാഗമായി നിന്നാൽ ഭരണവിരുദ്ധ രോക്ഷത്തിൽ തകരുന്ന LDFിൻ്റെ അവസ്ഥയിൽ തങ്ങൾ കടപുഴകി വീഴുമെന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ LDFിൻ്റെ ഭാഗമായി നിൽക്കുന്ന കേരള കോൺഗ്രസ് ഒരു ചുവട് മാറ്റത്തിനായി കോപ്പ് കൂട്ടുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മലയോര മേഖലയിൽ കേരള കോൺഗ്രസിൻ്റെ കരുത്ത് നിലനിർത്താനുമാണ് ജോസ് കെ മാണിയുടെ ഇപ്പോഴത്തെ ഈ നീക്കം. 1972 കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോൾ രൂപം നൽകിയ കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമമാണ് ഇപ്പോഴും നിലവിലുള്ളത്. അത് നിയമനിർമ്മാണം നടത്താനുള്ള നടപടി ത്വരിതപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ ആവശ്യം. ഇത്തരം കാര്യങ്ങൾ മുന്നണിയിൽ ഉന്നയിക്കേണ്ടതിന് പകരം പൊതുസമൂഹത്തിൻ്റെ മുന്നിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ജോസ് കെ മാണി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നീക്കം നടത്തിയെന്നുള്ള ചർച്ചകൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ജോസ് കെ മാണി ഇത് ബോധപൂർവം ചെയ്തു എന്നതാണ് ചർച്ച. കാരണം കുറച്ച് കാലങ്ങളായി LDF മുന്നണിയിൽ ജോസ് കെ മാണി അതൃപ്തനായി നിലനിൽക്കുകയാണ്. അതുമാത്രമല്ല, വരുന്ന തിരഞ്ഞെടുപ്പിൽ ജയമുറപ്പാക്കിയ UDF നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മുന്നണിയിൽ വീതം വെക്കുന്ന സീറ്റുകൾ വരെ ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി ചർച്ച ചെയ്തു എന്നതാണ് അറിയുന്നത്.
ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എന്ന സമ്പ്രദായം സ്വീകരിച്ച് ജോസ് കെ മാണി ഇറങ്ങിയതാണ് എന്നാണ് നിരീക്ഷണം. ഒരു കാരണമുണ്ടാക്കി സ്വയം പുകച്ച് പുറത്തു ചാടാനുള്ള തീരുമാനമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പുറത്തു പോകാൻ ഒരു കാരണവുമായി ഉന്നയിച്ച കാര്യങ്ങൾ ജനത്തിന് സ്വാധീനം ചെലുത്താൻ ഉതകുന്നതുമാകുന്നതിനാൽ അപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യങ്ങൾ എന്ന് ഉന്നയിച്ച് LDFിലെ അതൃപ്തി കാണിച്ച് ഇറങ്ങുകയും ചെയ്യാം, ജനപിന്തുണ നേടുകയും ചെയ്യാം. ഇത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ്. ഇനി തുടരെ തുടരെ LDFിൽ ഘടകകക്ഷികളുടെ കൊഴിഞ്ഞുപോക്ക് സംഭവിക്കുമെന്നതിൻ്റെ ഒരു തുടക്കമായിട്ട് വേണം ഇതിനെ കാണാൻ. കാലാകാലങ്ങളായി ഭരണക്കാറ്റ് മാറുന്നതിനനുസരിച്ച് ചാഞ്ചാടിക്കളിച്ച് തങ്ങളുടെ കയ്യിൽ MLA സ്ഥാനമോ മന്ത്രിസ്ഥാനമോ നിലനിർത്താൻ നിലപാടുകൾ മാറ്റി മാറ്റി പിടിക്കുന്ന പാർട്ടി എന്ന നിലയിൽ മാത്രമേ കേരള കോൺഗ്രസിനെ ജനം എന്നും കാണുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും ജോസ് കെ മാണി ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ മുകളിൽ പറഞ്ഞ കാര്യത്തോടൊപ്പം ഒരു വലിയ പിൻബലം കൂടി കേരള കോൺഗ്രസിനുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്ത്യൻ ബെൽറ്റിനെ പ്രത്യേകിച്ചും മലയോര കുടിയേറ്റ മേഖലയിലെ പ്രബലരായ ക്രൈസ്തവരെ സ്വാധീനിക്കാനുള്ള വെടിയായതുകൊണ്ട് പിന്നിൽ പള്ളിക്കാരും പട്ടക്കാരും ഉണ്ട് എന്നുകൂടി നമ്മൾ അനുമാനിക്കണം. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി ഈ പിടുത്തം കൂടുതൽ മുറുക്കുക തന്നെ ചെയ്യും. LDFിൽ തങ്ങളുടെ നില അവതാളത്തിലായതോടെ തങ്ങളുടെ നില ഭദ്രമാക്കാൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ചെയർമാൻ ജോസ് കെ മാണി സേഫ് സോണിലേക്ക് ചേക്കേറും എന്നുറപ്പാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.